ഹലോ. ഹലോ. ആ, തിരക്കിലാ? അല്ല അല്ല, എന്താ ചേച്ചി? അല്ല, പോയിട്ടെല്ലാം വന്നോ? പോയിട്ടെത്തി, ഇന്നലെ എത്തി. എങ്ങനെയുണ്ടായിരുന്നു പോയിട്ട്? പോയിട്ട് എന്താ പറയാ, നല്ല തന്നെ. ബാക്കി ചേച്ചിക്ക് അറിയായിരിക്കുമല്ലോ. എത്തിയിട്ടുണ്ടാവോ ഇല്ലയോ ഒന്നും അറിയാത്തത് കൊണ്ടാ ഞാൻ വിളിക്കാഞ്ഞ്. ഓ, അതാണോ വിളിക്കാഞ്ഞേ? എനിക്ക് തോന്നി ചേച്ചി വിളിക്കണത്. ഞാൻ ഒരിക്കൽ വിചാരിച്ചു ചേച്ചിക്ക് ഇനി ഞാൻ പറഞ്ഞത് ഫീലായോ, എന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലായില്ല കറക്റ്റ്. ഞാൻ പിന്നെ ചേച്ചി എന്തായാലും അങ്ങോട്ടേക്ക് വിളിക്കാൻ എനിക്ക് എന്തോ ഒരു പേടി കാണും. ഈ അടുത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നറിയില്ലല്ലോ. എന്തിനാ പേടിക്കുന്നത്? നീ വിളിച്ചോ. ഇപ്പൊ ഇവിടെ അമ്മ മാത്രല്ലേ ഉള്ളൂ, അമ്മ അങ്ങനെ ശ്രദ്ധിക്കുകയൊന്നും ചെയ്യില്ല. അല്ല ചേച്ചി, ഇപ്പോൾ ചേച്ചീൻ്റെ വീട്ടിലോ, ശരിക്കും വീട്ടിൽ പോയോ എന്താണെന്ന് അറിയില്ലല്ലോ അവസ്ഥ. അതാ ഞാൻ പിന്നെ വിളിക്കാൻ. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടില്ല. ഞാൻ പിന്നെ ആളുമായിട്ട് പോയത് കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. കഴിഞ്ഞാ നീ ഇങ്ങോട്ടേക്ക് വിളിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അത് ഇന്നലെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇപ്പം വീട്ടിലിങ്ങനെ ഇരിക്കണം. അവരുമായിട്ടുള്ള നിനക്ക് കോണ്ടാക്ട് ഉണ്ടാവോ കഴിഞ്ഞതിന് ശേഷം? കഴിഞ്ഞതിന് ശേഷം കോണ്ടാക്ട് ചെയ്യാത്തവരുണ്ട്, പിന്നെ ആ ഒരു ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോണ്ടാക്ട് ചെയ്യാത്തവരുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും ഇതേപോലെ ആവശ്യങ്ങളായിട്ട് വരുന്നവരുണ്ട്. അതല്ലെങ്കിൽ ചിലവർ ഇങ്ങനെ ഇടക്ക് സാധാ രീതിയിൽ മെസ്സേജ് നോർമലായിട്ട് മെസ്സേജ് അയക്കും. അതിൽ ആ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഇടക്ക് നമ്മളായിട്ട് ചെറിയൊരു കോണ്ടാക്ട് വെക്കും. എങ്കിലും എന്നെ പോലെ ഉണ്ടാവില്ല. ഇല്ല ഇല്ല, ചേച്ചിനെ പോലെ ചേച്ചിയുള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ എന്തൊക്കെയാ, അല്ല നമുക്കിപ്പം കാണണ്ടേ? നമുക്ക് നീ പോയിട്ട് വന്നിട്ട് പറയാന്നല്ലേ പറഞ്ഞത് എൻ്റെ അടുത്ത്. അതെ, ഞാൻ പോയിട്ട് വന്ന്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, നിലവിൽ വേറെ ഒന്നുമില്ല. നമുക്ക് എന്തായാലും കാണണം. അതെ, കാണാം. എപ്പോഴാ വേണ്ടത് വെച്ചാൽ ചേച്ചീൻ്റെ സമയം പറ, ചേച്ചീൻ്റെ ടൈം, ചേച്ചീനെ എല്ലാം പറ, പ്ലേസ് ചെയ്യാൻ നോക്കിക്കോളാം. അതൊക്കെ ഞാൻ പറയാം, എങ്ങനെയാണെന്നെല്ലാം പറയാം. ഉം. പിന്നെ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. ആ പറഞ്ഞു. പറയുകയല്ല ചെയ്യുന്നത്, ചോദിക്കുക ചെയ്യുന്നത്. ചോദിക്ക്. എന്താ, ഞാൻ പോയതിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അല്ല, അങ്ങനെയല്ല, അതിനെ പറ്റിയിട്ടല്ല. എൻ്റെ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിച്ചേരെ നിന്നെ കൊണ്ട് പറ്റും, അതുകൊണ്ട് ചോദിക്കുന്നേ. അങ്ങനെ പറയില്ല, എല്ലാം ചേച്ചി എന്നെ പറയല്ല. ചേച്ചി അതേ പ്രശ്നം പറ, എന്നെ കൊണ്ട് പറ്റുന്നതാണോ ഇല്ലയോ എന്ന് ഞാൻ പറയാം. എനിക്കിപ്പോ ഞാനും ഏട്ടനും തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം അറിയില്ലേ. അറിയാം. ഞാനിപ്പോ ഒരു പെൺകുട്ടിയാണ് കല്യാണം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക. ആ ഒരു ഇത് എനിക്ക് എന്തായാലും ഏട്ടൻ്റെ അടുത്തുനിന്ന് കിട്ടൂല. ഏട്ടൻ വിചാരിച്ചാലും ഏട്ടനത് തരാൻ ഏട്ടന് പറ്റൂല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനായിട്ട് നമ്മളെല്ലാരും കണ്ട് എന്നിട്ടൊന്നും നടക്കാത്ത കാര്യത്. അടുത്ത് ഞാൻ പറഞ്ഞതൊരിക്കാം, ഓർമ്മയുണ്ടോ? അല്ല, പറഞ്ഞാൽ നിനക്ക് ഓർമ്മയുണ്ട്. എല്ലാം ഇത് നിങ്ങളെ ഹസ്ബൻഡിനെ കൊണ്ട് നടക്കാത്തതാണോ അല്ലേ പുള്ളിക്കാരൻ നടത്തിക്കാത്തതാണോ? അല്ല, അത് ഏട്ടനാവായില്ല. അത് നമ്മള് കാണിച്ചപ്പോ എല്ലാം പറഞ്ഞു കഴിഞ്ഞതാ, മനസ്സിലായ കാര്യാന്നത്. ഓക്കെ. ഇപ്പൊ ചേച്ചി, അതായത് ചേച്ചിക്ക് ഇപ്പൊ എന്താ ഇത് ഒരു എന്താ പറയാ, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് നടക്കാനിട്ടാണോ അല്ലെങ്കിൽ അതിനെ കൊണ്ട് വേറെ എന്തെങ്കിലും കാര്യം നടക്കാനിട്ടാണോ? അല്ല, നമ്മള് എല്ലാ കല്യാണം കഴിഞ്ഞ ദമ്പതിമാർക്കും ഒരാഗ്രഹം ഉണ്ടാവും, അടുത്ത തലമുറ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതിപ്പോ എന്തായാലും ഏട്ടനെ കൊണ്ട് നടക്കൂല. പക്ഷേ താൻ വിചാരിച്ചാല് നടക്കും. ഞാൻ വിചാരിച്ച എങ്ങനെ നടക്കുന്നു? ഇപ്പൊ ഏട്ടന് അതിനുള്ള ഇതില്ലാത്തത് കൊണ്ടല്ലേ നമുക്കൊന്നും ആവാത്തത്. അപ്പോ നീയും ഞാനും കൂടി ശ്രമിച്ചു കഴിഞ്ഞാല് നമുക്ക് പറ്റുമല്ലോ. അല്ല, അല്ല അത് നടക്കൂ, ശ്രമിക്കാനൊന്നുമില്ല.
അതെന്തായാലും നടക്കും. പക്ഷെ അല്ല, അതിപ്പോ ഹസ്ബൻഡിന് പ്രശ്നമായിരിക്കൂലേ? അപ്പൊ ഞാനും ഏട്ടനും തമ്മിൽ സംസാരിച്ച്. അപ്പം ആദ്യമെല്ലാം കുറച്ചൊരു ഇടങ്ങാറുണ്ടായിന്. എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് പറഞ്ഞു, എന്താ അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെയെല്ലാം വേണ്ടാന്നാ പറഞ്ഞത്. പിന്നെയും ഞാനിങ്ങനെ പറഞ്ഞപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞ, എന്നാ പിന്നെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ, നമുക്ക് നമ്മളെ റിലേറ്റീവ്സോ ആരെങ്കിലും ആൾക്കാരെല്ലാം ചോദിക്കുമ്പോ ഏട്ടൻ്റെതാന്ന് പറയാം. ഇപ്പൊ ഏട്ടനങ്ങനെ പറ്റൂലെന്ന് വെച്ചിട്ട് എനക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഏട്ടനടുത്ത് സംസാരിച്ച് കഴിഞ്ഞതാ. അപ്പൊ ഏട്ടൻ യെസ് പറഞ്ഞു. അങ്ങനെയല്ല, ഇപ്പൊ നിങ്ങള് ഇപ്പൊ പുള്ളിക്കാരനിപ്പോ ആദ്യം ഇതിൻ്റെ ഒരാവശ്യമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ ഇനിയിപ്പോ ഇങ്ങനൊരു ഇതിലേക്ക് നടന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു ദിവസം പുള്ളിക്കാരൻ അത് ഇഷ്ടായില്ലെങ്കിൽ ഒരു ദിവസം പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താക്കും? അങ്ങനെയൊന്നും ഉണ്ടാവൂലെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഈ ഒരു കാര്യം ഇതിനെപ്പറ്റി നമ്മൾ കുറേ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞത്, ആദ്യം ചേട്ടൻ പറഞ്ഞു ചേട്ടൻ നാട്ടിലേക്ക് വന്നിട്ട് ചേട്ടൻ കൂടി വരാം, എന്നിട്ട് നമുക്ക് നോക്കാന്നാ എങ്ങോട്ട് പറഞ്ഞത്. വരാന്ന്? അപ്പൊ നമ്മള് രണ്ടാളും പോകുന്നുണ്ടെങ്കിൽ ഏട്ടനും കൂടി വരാന്ന്. കാരണം ഏട്ടൻ അങ്ങനെ പറയുന്നത്, എനിക്ക് വേണ്ടിയിട്ടില്ലേ, നമുക്ക് വേണ്ടിയിട്ടില്ലേ. അപ്പൊ ഏട്ടന്റെ ഒരു പ്രസൻസ് അവിടെ വേണം എന്നുള്ള ഒരു രീതിയിൽ ഏട്ടൻ ആദ്യം പറഞ്ഞത്. ഓ, ഓക്കെ ഓക്കെ, മനസ്സിലായി. എന്നിട്ട് നീ അങ്ങനെ ചെയ്യുന്നില്ലേ, വർക്കെല്ലാം എടുക്കുന്നില്ലേ? വർക്ക് അല്ല, അതൊന്നും കുഴപ്പമില്ല. അതിപ്പം എനിക്കിപ്പോ ഇതില് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിന്റെ പേരില് ഫ്യൂച്ചറിലൊരു പ്രശ്നം ഉണ്ടാവും, അത്രേ ഉള്ളൂ. എനിക്ക് അതെ, നിനക്ക് അതിനെപ്പറ്റി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാനത് ഏട്ടനുമായിട്ട് സംസാരിച്ച കാര്യമാണ്. അപ്പോ അതിലെനിക്ക് ഞാൻ ഉറപ്പ് തരും. അതുകൊണ്ടാണല്ലോ ഞാൻ ഇതിന്റെ അടുത്ത് ഇത് പറഞ്ഞത്. അല്ലാണ്ട് എന്തായാലും പറയാം, ആ ഒരു ഉറപ്പ് അത്ര തരാനേ എനിക്ക് പറ്റൂ. അല്ല, നിങ്ങൾ രണ്ടാളും വേറെ കുഴപ്പമൊന്നുമില്ല, പിന്നെ എനിക്കെന്ത് കുഴപ്പം? എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ എങ്ങനെയായാലും ഈ ഒരു ഫീൽഡാണ്, എനിക്ക് വേറെ എന്ത് പ്രശ്നം? ഓക്കെ, നീ ഇപ്പോ നന്നായിട്ടൊന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അത് ഞാൻ കറക്റ്റ് ഒന്ന് ആലോചിക്കട്ടെ. ഞാനിപ്പോൾ പറയുന്ന കാര്യത്തിൽ എടുക്കണ്ട, ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. വേറെ ഒന്നും തോന്നരുത്. കാരണം ഇതെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന പോലെയല്ല, എപ്പോൾ എങ്ങനെ നമ്മളെ കൈവിട്ടു പോകുമെന്ന് പറയാൻ പറ്റില്ല. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ അതിനെപ്പറ്റി. എന്നാലേ ഒരു ഒരു വ്യക്തത കിട്ടുള്ളൂ. നിങ്ങൾ ശരിക്കും നല്ലോണം ആലോചിച്ചോ അതിനെപ്പറ്റി? നമ്മൾ നല്ലോണം ആലോചിച്ചിട്ട് തന്നെ ഈ തീരുമാനം എടുത്തത്. നീ നല്ലോണം ആലോചിച്ചിട്ട് എന്താ നിന്റെ ഇഷ്ടം എന്നാ അതേപോലെ പറഞ്ഞാൽ മതി. നാളെ വിളിച്ച് പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത്. പിന്നെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാല്, എൻ്റെ അടുത്ത് ഏട്ടൻ ഇത് പറഞ്ഞപ്പോഴും ഏട്ടൻ എന്നാ ഞാൻ ആളെ ആക്കിത്തരാം, ആരെങ്കിലും ആക്കിത്തരാം, അങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് മൂന്നാക്കുമ്പോ അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ ഞാനാണ് നിന്റെ പേരെടുത്തിട്ട് എന്നാ ഞാൻ അവന്റെ കൂടെ തന്നെ പോയിക്കോളാന്ന് പറഞ്ഞ. അപ്പോ എന്റെ ഇഷ്ടത്തിന് ഏട്ടൻ വിട്ട്. ഞാൻ എന്താ നിന്റെ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ നിനക്ക് അറിയാലോ, ഞാനും നീ തമ്മിൽ നല്ലൊരു ബോണ്ടിലാ ഉള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യത്തിന്, നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ തന്നെ തിരഞ്ഞെടുക്കണ്ടേ. അല്ലാണ്ട് ഏതോ ഒരു പെട്ടെന്ന് കാണുന്ന ഒരാള് അതിനേക്കാൾ എത്രയോ ബെറ്റർ ഞാൻ തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് തന്നെ സംസാരിച്ചേ. നീ യെസ് പറയുന്നതാണെങ്കിൽ ഞാൻ അത്രയും ഹാപ്പി ആയിരിക്കും. അല്ല, അതില് വേറെ വലിയ മാറ്റം വരാനൊന്നുമില്ല. ഞാൻ ചിലപ്പോ എസ് തന്നെ പറയും. അല്ല, നിങ്ങൾക്ക് അപ്പൊ വേറെ വഴിയൊന്നും ഇല്ലേ ഇതിന്? വേറെ വഴിന്ന് വെച്ചാൽ വേറെ വഴികളുണ്ട്. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നല്ല പൈസ വേണം. അത് പക്ഷേ ഏട്ടന് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പക്ഷെ എനിക്കെന്തോ അതിനോട് അത്ര താല്പര്യം ഇല്ല. അത്ര ഒരു നല്ലൊരു മെത്തേഡായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനത്തെ ഒരു ഇതിലൂടെ എനിക്ക് എന്തോ എനിക്ക് അറിയില്ല, താല്പര്യമില്ല എനിക്ക് അങ്ങനത്തെ ഒരു ഇത്. എനിക്ക് ഞാൻ തന്നെ, നമുക്കിപ്പോ ഏതൊരു പെൺകുട്ടിക്കായാലും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, എനിക്ക് അങ്ങനെ തന്നെ വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് നേരിട്ട് കാണാം. കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെപ്പറ്റി നേരിട്ട് ഇരുന്ന് സംസാരിക്കാം ഇതിനെപ്പറ്റി. അപ്പം നിങ്ങളെ ചേച്ചിയുടെ ഭർത്താവിനെ കോൾ ചെയ്ത് നമുക്ക് 3 പേർക്കും കൂടി ഒരു തീരുമാനം എടുത്തിട്ട്
പുള്ളിക്കാരൻ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇനി വരുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അത് സീനാണ്. പുള്ളിക്കാരൻ കൂടി നാട്ടിൽ വേണം. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് എന്തായാലും നീ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിക്ക്. ആലോചിച്ച് കഴിഞ്ഞിട്ട് നാളെ വിളിച്ചാൽ മതിയോ? മതി, നാളെ വിളിച്ചാൽ മതി.